ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ്. അപ്പോൾ ഈവനിങ്ങിന് മാത്രമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയതാണ് ഈ ഒരു പലഹാരം. അപ്പോൾ ഞാൻ ഈ പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിതിൽ പഴമൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല ഉള്ളൊക്കെ വളരെ സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? നുറുക്ക് ഗോതമ്പ്. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ഒരു 240 ml ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ നുറുക്ക് ഗോതമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അളവ് മതി, നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു 2 മണിക്കൂർ കുതിർന്നതിന് ശേഷം നമ്മൾ ഈ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഞെക്കിയാൽ ഇങ്ങനെ ഞെങ്ങിപ്പോണം, അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അത്രയും വരെയും അത് കുതിരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഗോതമ്പിലുള്ള ഈ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം മാത്രമുള്ള ഗോതമ്പ് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വെള്ളം നമ്മൾക്ക് ചേർക്കണ്ട. പിന്നെ ഒരല്പം സ്വല്പമൊക്കെ വെള്ളം ഉണ്ടെന്നിരുത്തി കുഴപ്പമൊന്നുമില്ല, നമുക്കൊരല്പം ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി, കുറച്ച് ലൂസായി ആവുകയാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നാളികേരമാണ്. അതൊരു 4 ടീസ്പൂണോളം നാളികേരം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. അപ്പോൾ ആ നാളികേരം ചേർത്ത് അരഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാളികേരത്തിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 2 ചെറുപഴം. അത് ഏത് തരം പഴമാണെങ്കിലും കുഴപ്പമില്ല, 2 പാളയം കൊടൻ പഴമായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് റോബസ്റ്റ് പഴമാണ്. അത് 2 എണ്ണം നന്നായിട്ട് പഴുത്തത് അരിഞ്ഞ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളുടെ കൈവശം ചെറുപഴങ്ങൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 10 ഏലക്കായുടെ സീഡ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ചെറുജീരകം, കുമിൻ സീഡില്ലേ അത്. പിന്നെ ഒരു അല്പം മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണ്ടേ. അപ്പം ഞാൻ മധുരത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ അത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് അരിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയാണിത്. അത് ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 5 ചെറിയ ടീസ്പൂൺ ശർക്കരപ്പാനിയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പഴത്തിന് നല്ല മധുരമുള്ള പഴമാണ്. അപ്പോൾ അതും കൂടിയൊക്കെ നോക്കിയിട്ട് വേണം മധുരം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്കൊരു 3 ടീസ്പൂൺ പഞ്ചസാര മതിയാകും. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് അത് നോക്കിയിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ വേറെ എക്സ്ട്രാ വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല. ഈ പഴത്തിൻ്റെ ആ വെള്ളവും ഈ ശർക്കരയുടെ വെള്ളത്തിലാണ് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് അരഞ്ഞിട്ടില്ല, ഈ ഒരു രൂപത്തിൽ നമ്മൾ അരച്ചെടുത്താൽ മതി. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നെയ്യപ്പം അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഒക്കെ പോലത്തെ അല്ലെങ്കിൽ ഉണ്ടംപുരിയൊക്കെ പോലത്തെ ഒരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഈ ഒരു രീതിയിൽ അരച്ച് എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഹൽവയൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ നന്നായിട്ട് തന്നെ അരയണം. അത് നമ്മളിപ്പോൾ ഹൽവ ഒന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മളിതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ആ പഴവും ആ ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചപ്പോൾ ഇതേപോലെ ഉള്ള ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയത്. അത് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല, അത് അങ്ങനെ ചേർക്കണ്ട. നമ്മൾ ഇതിനകത്തേക്ക് പഴമൊക്കെ ചേർത്തേക്കണതിൻ്റെ പേരിൽ നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ അത് ചേർക്കണമെന്നില്ല.
ഇനി നമുക്ക് ഈ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ നെയ്യപ്പത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ആ ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഇനി ഇതേപോലെ ഒരു കുഴിയുള്ള ഒരു കടായി വെച്ച് കൊടുക്കാം. അപ്പോൾ കടായി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കിയതിന് ശേഷം വേണം നമ്മൾക്ക് ഇതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല, പുറം പെട്ടെന്ന് നല്ല ബ്രൗൺ കളറായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു കളറ് ആകുമ്പോഴാണ് നമ്മൾ മറിച്ചിടേണ്ടത്. അപ്പം നമുക്ക് അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇത് നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇതുപോലെ നമുക്ക് അടുത്തതും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തതും നമുക്ക് നല്ല കളറിൽ നല്ല ഗുണ്ടുമണി പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഓരോന്നും നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഓരോന്നും ഒഴിച്ചിട്ട് നമുക്ക് സമയം വെറുതെ വേസ്റ്റാക്കി കളയേണ്ട, നമുക്ക് ഒന്നിച്ച് ഒഴിച്ചെടുക്കാം. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഷേപ്പിനൊക്കെ ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടാവുമെന്നുള്ളൂ. അത് കാര്യമാക്കേണ്ട, ടേസ്റ്റിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഈ ഒരു അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു മിക്സിയുടെ ജാറുണ്ടെങ്കിൽ എല്ലാവരും കൂടി അതിനകത്തേക്ക് ഇട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒന്ന് അരച്ചെടുത്ത് ദാന്ന് പറഞ്ഞോണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടേസ്റ്റുള്ള ഒരു അപ്പമാണിത്. നമ്മൾ ഇതിനകത്തേക്ക് എള്ളോ അതല്ലെങ്കിൽ മറ്റ് നട്ട്സോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ എല്ലാവരും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. ഇത്രേ ഉള്ളൂ പരിപാടി. കണ്ടോ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ അപ്പമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കാരണം നമ്മൾ പഴമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ടേ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. ഈ അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. കാരണം അതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. കണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.